ഇന്ന് നവംബർ 18 ഈ ആഴ്ച OTT റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമകളുടെ ഇതുൾപ്പെടെ 8 OTT റിലീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് ആസിഫ് അലിയുടെ ഒരുപാട് പ്രേക്ഷകർ ഈ വർഷം OTT റിലീസിനായിട്ട് കാത്തിരിക്കുന്ന കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഓണക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ ബ്ലോക്ക് ബസ്റ്റർ റെക്കോർഡ് വിജയം നേടിയെടുത്ത സിനിമ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നാളെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ നവംബർ 19 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സിനിമ പാൻ ഇന്ത്യൻ ഭാഷകളിൽ 5 ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. കാത്തിരിക്കാം OTT റിലീസിനായിട്ട്. രണ്ടാമത്തേത് ഇന്ന് തമിഴിൽ നിന്നും OTT റിലീസ് ചെയ്ത ഒരു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം റോക്കറ്റ് ഡ്രൈവർ എന്ന സിനിമയാണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഇപ്പോൾ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. അടുത്തതും ഒരു തമിഴിൽ നിന്നുള്ള ഡോക്യുമെന്ററി ചിത്രത്തിന്റെ അപ്ഡേറ്റ് ആണ്. നയൻതാരയുടെ ജീവിതകഥ പ്രമേയമാക്കി ഇന്ന് OTT റിലീസ് ആയിരിക്കുകയാണ് നെറ്റ്ഫ്ലിക്സിന്റെ നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ. വിവാദങ്ങൾക്കിടയിൽ റിലീസ് ചെയ്ത ഈ ഡോക്യുമെന്ററി ചിത്രം ഇപ്പോൾ തമിഴ്, തെലുഗു, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ ലഭ്യമാണ്. 1.5 മണിക്കൂറിൽ പരമാണ് ഡോക്യുമെന്ററി ചിത്രത്തിന്റെ ദൈർഘ്യം. ഈ ആഴ്ച ഏലിയൻ റോമലസ് എന്ന വിദേശ സിനിമ കൂടി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യുന്നു. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുഗു ഭാഷകളിൽ നവംബർ 21 സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തതും ഒരു വിദേശ സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ക്രൂവൽ ഇന്റൻഷൻസ് എന്നാണ് സിനിമയുടെ പേര്. ഈ ആഴ്ച നവംബർ 21 ആമസോൺ പ്രൈമിലൂടെ ഈ സീരീസ് ലഭ്യമാകുന്നതാണ്. മോളിവുഡിൽ നിന്നും നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ രാഹുൽ മാധവ് നായകനെത്തിയ സിനിമയാണ് പാളയം FC. സിനിമയുടെ OTT അവകാശങ്ങൾ സൈനപ്ലേ സ്വന്തമാക്കിയിരിക്കുകയാണ്. കമ്മിങ് സൂൺ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ മാസം തന്നെ സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്തയാഴ്ച നവംബർ 29 തമിഴിൽ നിന്നുള്ള പാരച്യൂട്ട് എന്ന സീരീസ് OTT റിലീസ് ചെയ്യുന്നു. മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യൻ ഭാഷകളിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സീരീസ് ലഭ്യമാകുന്നതാണ്. മലയാളത്തിൽ നിന്നും ഈ ആഴ്ച ഒരു സിനിമ കൂടി OTT റിലീസ് ചെയ്യുന്നു. അത് തെക്ക് വടക്ക് എന്ന സിനിമയാണ്. സുരാജും വിനായകനും പ്രധാന റോളുകളിലെത്തിയ സിനിമ ഈ ആഴ്ച നവംബർ 22 OTT റിലീസ് ചെയ്യുക. മനോരമ മാക്സ് ആണ് OTT പ്ലാറ്റ്ഫോം. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകൾക്ക്.